ഈ സമയങ്ങളിൽ കർത്താവ് സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ജീവിത സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോകുകയാണ്. ഇന്ന് ഈ വചനവേദിയിൽ തൻ്റെ ജീവിത അനുഭവം നമ്മോട് പങ്കുവെക്കുന്നത് ബഹുമാനപ്പെട്ട ബ്രദർ രാജൻ തൊടുപുഴയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച ഒരു സുവിശേഷകൻ്റെ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒരു അക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിനായി ഇന്ന് ഡിവൈൻ കൂട്ടായ്മയിലെ പ്രീച്ചിങ് മിനിസ്ട്രിയോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യുന്ന ബഹുമാനപ്പെട്ട രാജൻ തൊടുപുഴ ബ്രദറിനെ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് സ്വീകരിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, അക്രൈസ്തവ സമൂഹത്തിൽ ഒരു മന്ത്രവാദ മദ്യ പള്ളിക്കൂടത്തിലാണ് ഞാൻ ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വളർച്ചയിൽ എനിക്ക് യാതൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിട്ടില്ല. അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒരു സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും ലഭിച്ചിരുന്നില്ല. എപ്പോഴും ഒരു തഴയപ്പെട്ട ജീവിതമാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഞാനും എൻ്റെ അമ്മയും കുറേ വർഷങ്ങൾ നിൽക്കേണ്ടി വന്നത്. അമ്മയുടെ വീട്ടിലായിരുന്ന അവസരത്തിൽ എനിക്ക് കൊച്ചുനാളിലെ മുതൽ ചില കാര്യങ്ങൾക്കൊക്കെ ട്രെയിനിങ് കിട്ടിയിരുന്നു. അതായത് ഞാൻ ഒരു കൊച്ചിന് ചോറ് കൊടുക്കുന്ന ആ പ്രായത്തിൽ മദ്യത്തിൻ്റെ രുചി മനസ്സിലാക്കിയവനാണ് ഞാൻ. കാരണം ചോറിനകത്തേക്ക് കള്ളൊഴിച്ചിട്ട് അത് പീച്ചി എൻ്റെ വായിൽ വെച്ച് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് ഒരു 4 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ പല്ലുവേദന എടുത്ത് കരഞ്ഞപ്പോൾ എൻ്റെ വലിയമ്മ കട്ടൻ പോകലയിൽ ചുണ്ണാമ്പ് തേച്ചിട്ട് പല്ലിൻ്റെ ഈ വിള്ളൽ വെച്ച് തന്നു. അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അക്ഷരം പഠിക്കാനായിട്ട് ആദ്യമായി കളരിയിൽ കൊണ്ട് ചേർക്കുന്ന സമയത്തും എൻ്റെ കയ്യിൽ ഒരു കഷ്ണം പുകലയുണ്ട്. അതിൻ്റെ ഒരു കൂടപ്പിറപ്പായി ഞാനിങ്ങനെ കൊണ്ടു നടക്കുക. അത്താഴം കഴിഞ്ഞാൽ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പോയി അമ്മച്ചിനെ തോണ്ടും. അമ്മച്ചി അത് എവിടെ വെച്ചേക്കണേ. ഇതാ അമ്മ മുറുക്കുന്നത് ആളാണ്. പുകല എവിടെ വെച്ചാൽ എന്നെ കാണാതെ ഒളിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് ചോദിക്കുന്നത്. അപ്പനിത് കേൾക്കുമ്പം ചീത്ത വിളിക്കും, ഓടിപ്പോകും. അപ്പൻ്റെ സ്വരം കേട്ട് കഴിയുമ്പോഴത്തേക്കും വിറയ്ക്കാൻ തുടങ്ങും. ആകെപ്പാടെ അസ്വസ്ഥതയാണ്. ഒന്ന് മുഖം ഉയർത്തി നോക്കുവാൻ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പോലും നിൽക്കാൻ പറ്റിയില്ല. അത്രമാത്രം അസ്വസ്ഥതയാണ് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. വളർന്നു വരുന്ന അവസരത്തിൽ പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണ്. പാട്ട് പാടാൻ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കും. എൻ്റെ തൊണ്ടയ്ക്കൊക്കെ കിടുകിട് ഭയങ്കര വൈബ്രേഷനായിരിക്കും. പാടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ തൊടുപുഴയിൽ കലാമന്ദിറിലും ശരികയിലും ഒക്കെ ഞാൻ ഗാനമേളയ്ക്ക് പാടാനായിട്ട് പോയിട്ടുണ്ട്. വളർന്നു കഴിഞ്ഞ അവസരത്തിലാണ് ചെയ്യുന്ന പ്രവൃത്തി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് പൂസായിരിക്കണം പാട്ട് പാടണമെങ്കിൽ. കയറി നിൽക്കും, സ്റ്റാൻഡിലുള്ള മൈക്കിലെ പിടിക്കുകയുള്ളൂ. സ്റ്റാൻഡിൽ കയറി ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ മൈക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ലെയറി എടുത്ത് ഇങ്ങനെ മറച്ച് പിടിക്കും. ഓഡിയൻസിൻ്റെ മുഖം കാണുമോ? പ്രൈസ് ദി ലോർഡ്. ഓഡിയൻസിൻ്റെ മുഖം കാണുമോ? കാണിയല്ല. എനിക്ക് കാണാം ഡയറിയല്ല. ഞാനിങ്ങനെ നോക്കി ഇന്ന് പാടും. ഒരു ഇറങ്ങിക്കൂടി ഇന്ന് പാടുന്നത് അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. ബലം പിടിച്ചിങ്ങനെ മൈക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ബലം പിടിച്ച് കൂടി ഇന്ന് പാടും. പാട്ട് കഴിഞ്ഞിട്ടോ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം നോക്കിയിരിക്കുക എൻ്റെ കൂട്ടുകാർ നോക്കിയിരിക്കുക. എന്താണെന്നറിയാവോ? കടിഞ്ചായക്കകത്ത് ചാരായ ഒഴിച്ച് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഇവനെ അടുത്തത് പാടിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത്രയ്ക്കും ഈ തിന്മ നിറഞ്ഞ മേഖലകൾക്ക് ഞാൻ അടിമയായിരുന്നു. എൻ്റെ വല്യപ്പൻ്റെ അനിയനും ഒക്കെ തിയേറ്ററിൽ ജോലിക്കാരാണ്. അപ്പോൾ ഓർമ്മ വെച്ച നാൾ മുതൽ തിയേറ്ററിൽ കയറി എപ്പോഴും സിനിമയ്ക്ക് പോകും. സിനിമ ഒരു ഹരമായി. ഇപ്പോൾ സിനിമ ഇങ്ങനെ കണ്ടു നടക്കും. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പടം മാറുന്ന സമയം നുണ പറഞ്ഞിട്ട് വല്യപ്പൻ്റെ അടുത്തില്ല സിനിമ കാണാൻ വേണ്ടി മീറ്റിംഗാന്ന് പറഞ്ഞ് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ചുകൂടി അങ്ങ് വളർന്നു വരുന്ന അവസരത്തിൽ അശ്ലീല പുസ്തകങ്ങൾ വായിക്കുക, ചിത്രങ്ങൾ കാണുക, ഇതൊക്കെ ഒരു ഹരമായിട്ട് കൊച്ചുനാളിലേക്ക് കിട്ടിയ
ചാപ്പ കൊണ്ടാണ് കേട്ടോ. കൊച്ചുനാളിലെ ചാപ്പ അടിച്ചു ചില തിന്മകൾക്ക് വിധേയപ്പെടുത്തി ചില വ്യക്തികൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ ചെയ്തു, ചാപ്പയടിച്ചു വിട്ടു. അതുകൊണ്ട് ആ തിന്മയ്ക്കെല്ലാം അടിയപ്പെട്ട് വളർന്നു വന്ന അവസരമാണ്. കള്ള് കുടിച്ചിട്ട് ചുമ്മാ തോന്നിയ വാസം ഇങ്ങനെ നടക്കുന്ന ചില ഇങ്ങനെ നടക്കുക. ആവശ്യമില്ലാതെ അവരവരെ കുറിച്ചും നുണ പറച്ചിൽ, കുറ്റം പറച്ചിൽ ഒക്കെ ആണെങ്കിലും ഭയങ്കരമായി പേടിയാണ്. അപ്പൻ്റെ നിഴൽ കണ്ടാൽ ആ സമയത്ത് ഓടും, ഭയങ്കര പേടിയാണ്. അപ്പം ഇന്ന് എൻ്റെ ഒരു പുസ്തകം 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പുസ്തകം എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് നോക്കിയിട്ട് അതിനെന്നെ തല്ലും, അടിച്ചിട്ടുണ്ട്. കാപ്പിയുടെ തയ്യ് പറിച്ചിട്ടാണ് അടിക്കണേ. അങ്ങനെയൊക്കെ അടിച്ച് തുട പൊട്ടിയിട്ടുണ്ട്. നേരം വെളുത്ത് കുളിക്കാൻ പോകുന്ന നേരത്ത് നിക്കറിങ്ങനെ ഊരുമ്പോൾ ഊരിപ്പോരിയല്ല. അന്ന് ഞാൻ ചോര പൊട്ടിയിട്ട് ഇങ്ങനെ ചോര കൂടി ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. അയൽവാസി വന്ന് എൻ്റെ അപ്പനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പെയിൻറ്റിങ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് ജോലി വീട്ടിലേക്ക് വരുന്ന വഴി തൊടുപുഴ 6 അവിടെ സന്ധ്യ കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കള്ളുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ പുഴ ഇങ്ങനെ ഇരുകരം എത്തി ഒഴുകുക. സന്ധ്യ കഴിഞ്ഞു. സാധാരണ വള്ളക്കാരനെ ഇക്കറി കയറ്റി വിടുന്ന പതിവുള്ളതാണ്. വന്നപ്പോൾ വള്ളക്കാരൻ പറഞ്ഞു ഒരു രക്ഷയില്ല, കാരണം വെള്ളം ഇറക്കാൻ പറ്റിയില്ല. റോഡിൽ വെള്ളം കയറി കിടക്കും, അക്കരയ്ക്കര ഭയങ്കരമായിട്ട് വെള്ളം കലങ്ങി കിടക്കുക. അപ്പം ഞാൻ വീട്ടിലേക്ക് ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് വീട്ടിലെത്തണം. അല്ലെ പിന്നെ ഞാനിങ്ങനെ തൊടുപുഴ ചുറ്റിക്കറങ്ങി വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ എന്ത് ചെയ്തു, ഞാനവർ പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ ഒരു ലോഡ്ജിൽ വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ചാടാൻ പോകുമെന്ന് പറഞ്ഞു. എടാ നീ ചാടരുത്, സാധാരണ കവിഞ്ഞ് വെള്ളമുണ്ട്, അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം എൻ്റെ ഉള്ളിൽ വെള്ളം അവിടെ പുഴയിലെ വെള്ളമാണെങ്കിൽ എൻ്റെ ഉള്ളിലും വെള്ളമാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വെച്ചിട്ട് എന്നിട്ട് അവർ പറയുകയാണ് നീ അക്കരെ ചെല്ലുമ്പോൾ ഒന്ന് കൂവേകണം കൂട്ടമെന്ന് പറഞ്ഞു. കാരണം ചെന്നോന്നറിയണ്ടേ, അല്ലെങ്കിൽ പോയോന്നറിയണ്ടേ. എന്നിട്ട് ഞാൻ ചാടി, തുണിയെല്ലാം തലയെ കെട്ടി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തീരുമാനം എടുക്കുകയാണ്. സാധാരണ ഉള്ളതിൽ കഴിഞ്ഞ് കൂടുതൽ വെള്ളം പുഴയിലുണ്ട്. സാധാരണ നീന്തുന്ന പോലെ നീന്തിയാൽ ശരിയാകില്ല. നല്ല ശക്തിക്ക് നീന്തണം, നല്ല ഒഴുക്കുമുണ്ട്, നല്ല തണുപ്പും. അപ്പോൾ പോരാത്തതിന് ഞാൻ കള്ളും കുടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ ചാടി. സാധാരണ നീന്തുന്നതിനെ കഴിഞ്ഞ് ശക്തിയായിട്ട് അങ്ങ് നീന്തി ഉദ്ദേശിക്കുന്ന സമയത്ത് അക്കരെ എത്തി ചെന്നപ്പോൾ എവിടെ ചെന്ന് കയറിയെന്നറിയാവോ? ചെന്ന് കയറി വലിയൊരു വെള്ളക്കെട്ടിലാണ് ചെന്ന് കയറിയത്. എനിക്ക് നീന്താൻ പറ്റുന്നില്ല, കൈയെല്ലാം കുഴയുകയാണ്. അപ്പോൾ താഴാൻ തുടങ്ങുക. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ ഓർത്തു കർത്താവിനൊന്നും അല്ല ഓർത്തത്, അന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളൊക്കെ വിളിച്ചു, മനസ്സിൽ ഓർത്തു. എന്നാലും ഒരു പണി നോക്കിയേക്കാന്ന് ചോദിച്ചിട്ട് അങ്ങ് മുങ്ങി ഒറ്റ കുതിക്കൽ കുതിച്ചു, നേരെ പൊങ്ങി മുകളിൽ ഇങ്ങനെ പറഞ്ഞു നിന്നു. അവിടെ ചവിട്ടി തുഴഞ്ഞ് കയറിപ്പോന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നു നിൽക്കുകയാണ് ഈ പുണ്യാശ്രമത്തിൽ. എനിക്കും ഇവിടെ വരുവാൻ, നിങ്ങളുടെ മുമ്പിൽ വന്ന് എൻ്റെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചതിനോട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ തൊടുപുഴയിൽ നിന്ന് ഒരു കുറച്ചു കാലം കാളിയാറിലാണ് താമസിച്ചത്. അവിടെ മലയിൽ ഒരു ചേട്ടനെ കാണാൻ പോയി, ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ്. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പോയ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലും കള്ള, അവൻ്റെ ഉള്ളിലും കള്ള്. തിരിഞ്ഞു നോക്കിയപ്പം പക്ഷിശാസ്ത്രക്കാരൻ ഇരിക്കുക. അതിന് ഞാൻ അടിമയാണ്. മന്ത്രവാദ കുടുംബത്തിലാണല്ലോ ജനിച്ച് വളർന്നത്, പിന്നെ പക്ഷിശാസ്ത്രത്തിന് അടിമയാകാതിരിക്കുമോ? ഒന്നും അറിയാൻ പാടില്ല. ചുമ്മാ ഒരുത്തം വന്നിട്ട് കൈ കാണിക്കാൻ പറഞ്ഞാൽ കൈ കാണിച്ചു കൊടുക്കും, അവന് കൊടുക്കും, 2 രൂപ ഞാൻ കൊടുക്കും. എന്നിട്ട് പക്ഷി എന്നാ പറയുന്നത് പൈസ കൊടുത്തു. കൊടുത്തപ്പോഴത്തേക്കും പക്ഷി പടം വലിച്ചിട്ട പടം യേശുക്രിസ്തുവിൻ്റെ പടമാണ്. ആദ്യമായിട്ട് ഈ പക്ഷിശാസ്ത്രക്കാരൻ എന്നോട് പറയുകയാണ് സുവിശേഷം, വചനം പറയുക. പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ നല്ലൊരു അടുക്കളക്കാരനാണ്, തോട്ടക്കാരനാണ്, അവസാനം വരെ സഹിച്ചു എന്ന് രക്ഷപ്പെടാമെന്ന്. ഞാൻ പറഞ്ഞു പിന്നില്ലേ, ഇതിനൊക്കെ ചില ഗ്ലാമറുള്ള ആൾക്കാർ വിളിച്ചിട്ട് അവരൊന്നും തന്നില്ല, പിന്നെ ഈ താടിയും തലമുടി നീട്ട് ഇയാളെന്നെ രക്ഷപ്പെടുത്താൻ പോണേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുക, പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോരുക. മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട് പോക്കറ്റ് റോഡിൽ വന്നപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു, ഞാൻ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൈവിട്ടു. ഇതേ അന്യദൈവങ്ങളുടെ പടം കിട്ടാൻ പോയിരിക്കുന്നു, ഇതെന്ന് തീരും. ഞാൻ വിചാരിച്ചു ഇനി ഒരു കാര്യം ചെയ്തേക്കാം, ദുർമൂർത്തികൾക്ക് നേർച്ച നേരാക്കാം. 2 10 പൈസ ഉണ്ട് കയ്യിൽ. നേർച്ച നേരാനായിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി. ഒരു പോക്കറ്റ് റോഡിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ദേവാലയവും ഒരു വീടും അതിന് നടുക്കുള്ള പോക്കറ്റ് റോഡിൽ ഞാനിങ്ങനെ നിൽക്കുക. ഒരു ഞായറാഴ്ച ദിവസം, കള്ളാണെങ്കിലും ഉള്ളിൽ വെളിവുണ്ട്, അങ്ങനെ നിൽക്കുക പ്രാർത്ഥിക്കാനായിട്ട്. ഒന്നിലെ ഞാൻ മരിച്ചു പോകണം,
അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കണം, പൈസകൾ നെഞ്ചോട് ചിറക്കുകയാണ്. കണ്ണം കടച്ചപ്പോഴത്തേക്കും കണ്ണു തുറക്കാൻ ഒരു സ്വരം ചെവി കിട്ടി. ആ മൈൻഡ് ചെയ്തില്ല. വീണ്ടും 3-ാമത്തെ പ്രാവശ്യം ശരിക്കും സ്വരം കിട്ടിക്കഴിഞ്ഞപ്പം കണ്ണും തുറക്കം നോക്കുമ്പോഴത്തേക്കും അവരൊരു അത്രയും ദൂരത്തിൽ ഒരു ചേടത്തി പള്ളിയിൽ പോകുന്ന അതേ വേഷത്തിൽ നേരിയതൊക്കെ പോച്ച് അങ്ങോട്ടേക്ക് നിൽക്കുക. അപ്പം ഞാൻ നോക്കിപ്പോയി അവരൊരു പെണ്ണ് നിൽക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു. അത് പ്രായം ചെന്നാണ് പ്രായം കുറഞ്ഞ എനിക്കറിയാൻ പാടില്ല. നേരിതല്ലേ പുറത്തേക്കണേ, പള്ളിയിൽ പോകാൻ നിൽക്കുന്നതാ. അപ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അന്നേരം 2-3 മിനിറ്റ് നിന്നിട്ട് ഇവർ പോകുന്നില്ല. അപ്പോൾ വിചാരിച്ചാൽ അപ്പുറത്തൊരു പഞ്ചായത്ത് ഓഫീസിലാണ്, അവിടെ പോയി നിറച്ച് നേരം ഞായറാഴ്ച ദിവസമാണ്, ആരും കാണിയല്ലോ. അങ്ങോട്ട് പോയി ഇവരും കടന്നു പോയി. ഞാൻ അങ്ങോട്ട് പോയിട്ട് നേർച്ച തരാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ വേറൊരു സ്ഥലത്ത് പോയി. അത് വലിയ കുഴപ്പത്തിലുള്ള പ്രശ്നമായി. കാരണം എനിക്ക് ബാധ കൂടിയിട്ടുണ്ട്. 3 ദിവസം ഭജന ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് അസ്വസ്ഥപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, നീ ഒരു പോട്ടയാശ്രമത്തിൽ പോകാൻ പറഞ്ഞു. പോയി. പക്ഷേങ്കിൽ ഷാപ്പിൽ കയറിയിട്ട് ഇറങ്ങി വരുന്ന ആരും അനുഭവം എനിക്കുണ്ടായുള്ളൂ. തിരിച്ചു വന്നു. വണ്ണപ്പുറത്ത് കിടന്ന് എനിക്കൊരു വചനോത്സവം കിട്ടി. ഈ വചനോത്സവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പാട്ടെഴുതാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ, മനസ്സ് മറ്റൊരു മേഖലയിലേക്ക് മേയുകയാണെങ്കിൽ സമാധാനം കിട്ടും. കുടുംബത്തിൽ ഇച്ചിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, എന്നാലും അതിന് സമാധാനം കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇത് പ്രസിദ്ധീകരിക്കുന്ന ആളെ അന്വേഷിച്ചു. ഒരു ഹൈന്ദവ സഹോദരൻ തന്നെയാണ്. ഇന്ന് അദ്ദേഹം വലിയൊരു വചന പ്രഘോഷകനാണ്. രണദേവ്, സിബി ദേവ് എന്നാണ് ഇത് അദ്ദേഹത്തിൻ്റെ പേര്. കോട്ടയാശ്രമത്തിലുണ്ട്. അദ്ദേഹത്തിനെയാണ് ചെന്ന് കണ്ടത്. ചെന്ന് പാട്ടിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കാൻ വന്നത്. ആ വീട്ടിലോട്ട് കയറി ചെന്നപ്പം അവിടെ വേറെ 3-4 പേരുണ്ട്. അവരെ വിചാരിച്ചത് ഇവനൊരു കള്ളൻ, അല്ല ഇവൻ ഭ്രാന്തൻ. കാരണം എൻ്റെ വേഷം എങ്ങനെയാണ്, മുറുക്കി ചോപ്പിച്ച് താടിയും നിലവിളിയൊക്കെ നീട്ടി വേർത്തുലിച്ചാണ് കയറി ചെല്ലുന്നത്. പ്രത്യക്ഷത്തിന് അവർ ഉദ്ദേശിച്ചത് ഞാൻ കള്ളനാണ്. അപ്പം ഞാൻ കയറി ചെന്ന് ചോദിച്ചു, രണദേവ് ആരാന്ന് ചോദിച്ചു. രണദേവനെ കാണിച്ചു തന്നു. രണദേവനെ കാണിച്ചു തന്നപ്പോൾ രണദേവ മുറിക്കകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി അവിടെ കട്ടിലിരിക്കാൻ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. എഴുന്നിട്ട് പറയുമ്പോൾ ഞാൻ ഈ പാട്ടിനെ കുറിച്ച് ചോദിക്കാനായിട്ട് വന്ന ഞാൻ എൻ്റെ നാവിൽ നിന്ന് വന്ന് ഞാൻ മടുത്തു. ഇതാ വാക്ക് വന്നേ. 1.5 മണിക്കൂർ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഇയാളാണ് എന്നെ രക്ഷപ്പെടുത്താൻ തന്നെ എന്ന് ഞാൻ പറഞ്ഞിട്ട് പോന്നേ. അയാളുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ കാര്യം, അവിടുന്നിൻ്റെ കാര്യം 1.5 മണിക്കൂർ എന്നോട് പ്രസംഗിച്ചു. എനിക്ക് ഒത്തിരി സമാധാനം കിട്ടി. ഉച്ച കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവർ, ഞാൻ പോയി വീട്ടിൽ പോയി നിന്നാണ്ട് കുളിച്ച് വൃത്തിയായി ചെന്നു. ആദ്യമേ ചെന്നപ്പോഴത്തേക്ക് വചനം ഞാൻ വിചാരിച്ചിരുന്നത് ഭാര്യയാണ്, മക്കളാണ്, അപ്പനാണ്, അമ്മയാണ്, ഇവരൊക്കെയാണ് എൻ്റെ കാരണം, ഞാൻ നശിക്കാൻ കാരണം. പക്ഷേ ഇതെല്ലാം കേട്ട് ഇത് വചനം കേട്ടപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ തന്നെയാണ് പ്രശ്നക്കാരൻ, ഞാൻ തന്നെയാണ് മാറേണ്ടത്. അവരല്ല കർത്താവായി മാറേണ്ടത്, ഞാനാണ് മാറേണ്ടത്. ബോധ്യം അവിടെ വെച്ച് കിട്ടി. റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഇത്രയും നാളും ഞാൻ പല മേഖലകളിലൂടെ പല അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ദുർവൃത്തിയിലും കർത്താവ് ഭയങ്കരമായ തിന്മയ്ക്ക് അടിമപ്പെട്ട് ഞാൻ നടന്നു. ഒത്തിരി വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പ്രചരിപ്പിച്ചു, അതിലൂടെയൊക്കെ നടന്നു. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നിമിഷത്തിൽ ഈ നെറുകം തള്ളിന്ന് താഴോട്ടൊരു തണുവും ഇറങ്ങി, നല്ലൊരു സുഖം. പിന്നീട് ഓരോ ദിവസം അടുത്ത പ്രാവശ്യം പോയപ്പോഴത്തേക്കും വായിക്കാത്ത നീരും വേദനയും തുടങ്ങി. ഭാര്യയോട് പറഞ്ഞു, പുള്ളിക്കാരത്ത് പറയാണ് ക്യാൻസറാണ്, ആശുപത്രി പോകാൻ പറഞ്ഞു. എന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, രണദേവ് പറഞ്ഞിരുന്നു, പ്രശ്നങ്ങളുണ്ടാകും, സമാധാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, 2 വീടുകളിലായിട്ട് 4 ദിവസത്തെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ മുഖത്ത് നോക്കാൻ പറ്റിയല്ലായിരുന്നു, മയക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റിയല്ലായിരുന്നു. പക്ഷേങ്കിൽ 28 നാടകം സംവിധാനം ചെയ്തവനാണ് ഞാൻ. നല്ല നടനുള്ള പ്രൈസ് മേടിച്ചവനാണ് ഞാൻ. കള്ള് കുടിച്ചിട്ട് ഇരുന്ന കോപ്രായം കാണിച്ച് അഭിനയിച്ചൊന്നുമില്ല. ചുമ്മാ അവിടെ നിന്ന് ഈ പട്ടി ചുരുണമാരി ഇങ്ങനെ നടന്ന് കാണിച്ചു. അതിന് ബെസ്റ്റ് ആക്ടർ പ്രൈസ് 1000 മുടക്കി വന്നവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ഭ്രാന്തൻ, ഒരു മാനസിക രോഗി കാണിക്കുന്ന പ്രവൃത്തിയൊക്കെ ഞാൻ അവിടെ നിന്ന് കാണിച്ചത്. നല്ല നടനുള്ള പ്രൈസ് കിട്ടി. അപ്പം ഇങ്ങനെയൊക്കെ ചുളിവിൽ ചില ലോകത്തിൻ്റെ സുഖങ്ങളും സൗഖ്യങ്ങളും ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പം ഞാൻ അന്തിച്ചു പോയി. അപ്പം ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചു. വലിയ ആളാണെന്ന് വിചാരിച്ചു. ഞാൻ ഒന്നുമല്ല. അവസാന ഘട്ടത്തിൽ ഒരു പള്ളിയിൽ നാടകം നടത്താനായിട്ട് ഇന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സ്ഥിരമായി നാടകം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഞങ്ങളെ കൂവാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക, മണലുമൊക്കെ പിടിച്ച് കല്ലുമൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ദിവ്യബലി എന്താണെന്നും കർത്താവ് ആരാണെന്നും യേശുക്രിസ്തു എന്താണെന്നും എനിക്ക് ഒന്നും അറിയില്ല. ഇൻട്രോഡക്ഷൻ പാട്ടം ചെന്നപ്പോഴത്തേക്കും കല്ലും കവണയൊക്കെ താഴ്ന്നു. കല്ലും കവണയൊക്കെ ആ തിന്മ പ്രവർത്തിച്ച സഹോദരിയെ ഓടിച്ചുകൊണ്ട് പോയില്ലേ കുറേ ആൾക്കാർ. കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് എവിടെയാണ് പോയി നിന്നേ? യേശുവിൻ്റെ മുമ്പിൽ പോയി നിന്നു. അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റി? എല്ലാ കമ്പും കവണയൊക്കെ താഴെ വീണു എന്ന് പറഞ്ഞതുപോലെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കല്ലും കമ്പുമൊക്കെ താഴെ പോയി. പിറ്റേ ദിവസത്തെ പകൽ പെരുന്നാളിന് എന്നെ വിളിച്ചിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു പ്രധാനപ്പെട്ട ഒരു സാറ് വന്നിട്ടുണ്ട്. പറയാം, എടോ, നിൻ്റെ ആ പാട്ടാണ് ഞങ്ങളുടെ കൈ താഴ്ത്തിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ തൊടുപുഴ ജയറാണി മഠത്തിലെ ഒരു ചാൾസമ്മ, അവിടുത്തെ പ്രൊവിൻഷ്യൽ,
ഞാൻ ഈ ധ്യാനമൊക്കെ കൂടി ഞാൻ പറഞ്ഞല്ലോ ധ്യാനം 4 ദിവസത്തെ പ്രാർത്ഥനയിൽ എൻ്റെ നാവ് അടിച്ച് കളയുന്ന രീതിയിലുള്ള അസുഖം എടുത്ത് മാറ്റി. എനിക്ക് മയക്ക് എങ്ങനെ വേണമെങ്കിലും പിടിക്കാം, 24 മണിക്കൂറും സംസാരിക്കാം, ആരുടെയൊക്കെ മുഖത്ത് മുകളിൽ കോടാനുകോടികളെ അഭിസംബോധന ചെയ്യാം. ഇതിനൊക്കെയുള്ള കൃപ 4 ദിവസം 2 ദിവസത്തെ പ്രാർത്ഥന, 2 വീടുകളിലായിട്ട് 4 ദിവസത്തെ പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഞാൻ ധ്യാനിക്കാനൊന്നും പോയില്ല. ഞാൻ ചില സമയങ്ങളിൽ മുറുക്കാൻ മേടിക്കാൻ നിവൃത്തിയില്ലാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നല്ല മുറുക്കാൻ തുപ്പിട്ടിട്ടുണ്ട്, ചണ്ടി എടുത്തിട്ട് മണൽ കൊട്ടി കളഞ്ഞിട്ട് വായിലിട്ട് അന്നം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബീഡി കുറ്റിയെടുത്ത് എൻ്റെ കെട്ടഴിച്ചിട്ട് അത് വായിലിട്ട് ചവച്ചിട്ടുണ്ട് എരിവിറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുഖിച്ച് നടന്ന പാർട്ടിയാണ് ഞാൻ. അങ്ങനെ നടന്നപ്പോഴാണ് എൻ്റെ കർത്താവ്, നീ അങ്ങനെ അങ്ങോട്ട് പോയാൽ ശരിയാകില്ല, ഇവിടെ വരാൻ പറഞ്ഞു കർത്താവ്. നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. പറഞ്ഞില്ലേ, ആ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കഴുതനെ കെട്ടിയിട്ടുണ്ട്, അഴിച്ചുകൊണ്ട് വാ, അതിനെനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അഴിച്ചുകൊണ്ട് വന്ന ഒരു കഴുതിയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ സൗഖ്യങ്ങളൊക്കെ കിട്ടി 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പോയി ഇടിവീൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനിച്ചു. ഞാനവിടെ ചെല്ലുമ്പോൾ ഇത്രയും സൗഖ്യങ്ങൾ ഇവിടെ വെച്ച് തന്നിട്ടാണ് എൻ്റെ കർത്താവ് ധ്യാനകേന്ദ്രത്തിലേക്ക് 10,000ങ്ങളുടെ ഇടയ്ക്കിലേക്ക് കൊണ്ടിരുത്തിയത്. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയാം, എൻ്റെ കർത്താവെ, നീ എനിക്കൊന്നും തന്നെ ഇവിടുന്ന് കാറി. എന്നാൽ ഈ പൊട്ടപ്പോലും വിചാരിക്കുന്നുണ്ടോ എല്ലാ സൗഖ്യവും തന്നിട്ടാണ് കർത്താവ് അവിടെ കൊണ്ടിരുത്തേക്കണം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ ശ്ലീഹയുടെ തിരുവചനം 8-ാമത്തെ അധ്യായം 32-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 16-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനം വചനം ഇങ്ങനെ പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തകർത്ത് ചെത്തി കളഞ്ഞോണ്ടിരിക്കുക. ഇപ്പോഴും പൂർണ്ണമായിട്ടൊന്നും ഇല്ല കേട്ടോ, ഞാൻ നിങ്ങളെ കഴിഞ്ഞും താഴെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കഴിഞ്ഞ് ശ്രേഷ്ഠരാണ് ഈ ഇരിക്കുന്നവർ മുഴുവനും. അങ്ങനെ ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ അനുഭവിച്ച ദുരന്തങ്ങൾ, ദുഃഖങ്ങൾ ഒത്തിരി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ആദ്യമായിട്ട് ഈ ജയറാണി മഠത്തിൽ കൊണ്ടുപോയി എൻ്റെ ഒരു സഹോദരൻ ഉണ്ണി ജോൺ, അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. അമ്മേ, ഇവന് പുതിയതായിട്ടൊരു വിശ്വാസി വന്നിങ്ങനെ മകനാണ്, അവൻ പാട്ടെഴുതും, നീ പാടും, എങ്ങനെ എഴുതും? ഞാൻ പറഞ്ഞു, അമ്മേ, ഒരു ചെറിയൊരു കുഞ്ഞു ബൈബിള്, ഒരു ചെറിയ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്, ഒരു ചെളി പിടിച്ച ഒരു ബൈബിള്, ഒരു പുതിയ നിയമം ബൈബിൾ. നിനക്ക് വലിയ ബൈബിൾ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? പഴയ തലത്തിൽ ഒരു പ്രാർത്ഥന കടലാസ് പോലും ആരും തന്നിട്ടില്ല, പിന്നെ ഇപ്പോൾ ഈ വലിയ ബൈബിൾ തരാൻ പോണത്. അങ്ങനെ ചിന്തിച്ചു. പക്ഷേ അമ്മ ചോദിച്ചിട്ടും കയറിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ കളിയാക്കണമെന്ന് വിചാരിച്ചു. അമ്മയും കയറിപ്പോയി. ഇറങ്ങി വന്നവൻ, പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്ക് ആരോ പ്രസൻറ്റേഷൻ കൊടുത്തതാ ഒരു വലിയ ബൈബിള്. അതിൻ്റെ ആ കവറോട് കൂടി എൻ്റെ കയ്യിലേക്ക് കൂടെ തന്നു. ഞാൻ അന്തമലക്കം നിൽക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ബൈബിൾ കൊണ്ട് ആ സമയത്ത് വീട്ടിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി ഉടക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, തറവാട്ട് വീട്ടിലേക്ക് പോവുക, കാഞ്ഞിരപ്പുറത്തിന് പോവുക. അങ്ങനെ പോയപ്പോഴത്തേക്കും കന്യാസ്ത്രീയാണല്ലോ എനിക്ക് ബൈബിൾ തന്നത്. കന്യാസ്ത്രീ എനിക്ക് ബൈബിൾ തന്നു. അപ്പോൾ കന്യാസ്ത്രീനെ ധ്യാനിക്കാൻ തുടങ്ങി. ഈശോനെ ധ്യാനിക്കാനോ മാതാവിനെ ധ്യാനിക്കാനോ ഒന്നും എനിക്കറിയില്ല. കന്യാസ്ത്രീയെ ധ്യാനിച്ചു. ആ ധ്യാനിച്ച് അങ്ങനെ പോയപ്പോഴത്തേക്കും പാട്ട് വരികയാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഒരു കിരികിരാ ശബ്ദം കേട്ടില്ലേ? കേട്ടോ? ഈ അനുഭവം ഉള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കിരികിരാ ശബ്ദം. പ്രവാചകൻ ആരാ? പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പം പാട്ട് വരികയാണ്. കർത്താവിൻ മണവാട്ടിമാരെ കണ്ണുകൾ തുറന്നിരിക്കൂ, കാതുകളോർത്തിരിക്കൂ, രാജാധിരാജൻ ദേവാധിദേവൻ എഴുന്നള്ളുവാൻ സമയമായി. ഇന്ദ്രിയമഞ്ചിലും ഇന്ധനമായി തിരുമുറിവിലെ നിണമൊഴുകേണം. സഹന സമീക്ഷയിൽ ഓരോ നിമിഷവും സായത്തമാക്കണം നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും അറിയാൻ പാടില്ല, വിദ്യാഭ്യാസം 10-ാം ക്ലാസ്സേ ഉള്ളൂ, തോറ്റ് തുന്നം പിടിച്ചിരിക്കുന്ന ഒരു അക്ഷരം പോലും അറിയാൻ പാടില്ല. പക്ഷേങ്കിൽ നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. എൻ്റെ അപ്പൻ പറഞ്ഞതാ പദ്ധതിയുണ്ടോ? ഞാൻ ചോദിച്ചു,
മിന്നി പോലുമില്ല, മിണ്ടാനാരും കൂട്ടിനില്ല, അർത്ഥപ്രാണനായി ഞാൻ കിടന്നു. അന്ധകാരം നിറയും പെരുവഴിയിൽ ദേശവും കുടുംബവും തള്ളിപ്പറഞ്ഞു, സ്നേഹിതരെല്ലാരും കൈവെടിഞ്ഞു. ഇനി എന്തു ചെയ്യും, എവിടെ പോകും, എങ്ങനെ ജീവിക്കും ദൈവമേ? പദ്ധതിയുണ്ടോ, ഇനിയും പദ്ധതിയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പദ്ധതി ഉണ്ടെന്നേ. പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബൈബിളുമായി വീട്ടിലേക്ക് പോയി. എനിക്കൊരു മെസ്സേജ് കിട്ടി, ഏഴുമുട്ടത്ത് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ. ഞാൻ ഒരിക്കലും പോയിട്ടില്ല. പക്ഷേ ബസ്സുകാരൻ എന്നെ അവിടെ കൊണ്ടാക്കി. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിൽ തിരുക്കുടുംബം ഇരിക്കുന്നതായിട്ട് എനിക്ക് ദർശനത്തിൽ കാണിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഇങ്ങനെ പാടി, ആരെന്നെ മറന്നാലും നീ എന്നെ മറക്കില്ലെന്നന്തരംഗം ഊതി, എന്നന്തരംഗം ഊതി. നന്മ നിറഞ്ഞവളേ പരിശുദ്ധ കന്യാ മറിയമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോൾ മെയിൻ സ്റ്റേജിൽ, ഡിവൈൻ ധ്യാനത്തിൻ്റെ മെയിൻ സ്റ്റേജിൽ എൻ്റെ പ്രിയപ്പെട്ട മനക്കലച്ഛൻ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ടുചെന്നത് തൊടുപുഴ ഒരു സീന ഹോട്ടലിൻ്റെ അവിടുത്തെ ചാക്കോച്ചേട്ടനാണ് കൊണ്ടുചെന്നത്. അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. അച്ഛൻ പറഞ്ഞു, നീ ഒരു 5 മിനിറ്റ് സാക്ഷ്യം പറ. ആ 5 മിനിറ്റ് ഇപ്പോൾ 5 മണിക്കൂറല്ല, അതിൽ കൂടുതൽ നിൽക്കാൻ ദൈവം കരുത്ത് തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഡിവൈൻ കൂട്ടായ്മയോട് ചേർന്ന് പ്രീച്ചിങ് മിനിസ്ട്രിയിൽ ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ മൂവാറ്റിൽ ഒരു കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്, അവിടെയും ശുശ്രൂഷയ്ക്ക് പോകുന്നു. പിന്നെ ഇതുപോലെ എവിടെ വിളിച്ചാലും എൻ്റെ അപ്പനെ മഹത്വപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. എന്നോടൊപ്പം ശുശ്രൂഷ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനോജ് കുടുംബം, ഒരു ശമാസി എന്നാണ് ഞാൻ ഓമനപുര മനോജ് ഡെയ്സി, അവരെന്നെ വിളിച്ചു. ഒരുമിച്ചിരുന്ന് ഞങ്ങൾ അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ആ മനോജിലൂടെ ദൈവം ഭയങ്കരമായ അത്ഭുതം വിളിച്ചു. നല്ല നല്ല പാട്ടുകൾ, അത് ശക്തമായ പാട്ടുകളൊക്കെ അങ്ങനെ അഭിഷേകമുള്ളത്. ആ അഭിഷേകത്തിൽ പൊതിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സൈഡ് കിട്ടുന്നതുകൊണ്ടൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള മാത്യു ബ്രദർ, അവിടെ സെബാസ്റ്റ്യൻ ബ്രദറുണ്ട്, ഒരു ടീച്ചറുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നുള്ള കൂട്ടായ്മയിലാണ് ഇതെല്ലാം ശക്തി ഉണ്ടാകുന്നത്. കൂട്ടായ്മയിൽ ശക്തി ഉണ്ടായപ്പോഴാണ് രണദേവ, ഞാൻ, പൗലോസ്, കുഞ്ഞൂട്ടി ഇവരെല്ലാം കൂടെ ചേർന്നൊരു കൂട്ടായ്മയിൽ വന്നു. ഒരു വഴിയിൽ കിടന്ന വ്യക്തിയെ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ഈ കുഞ്ഞുകുട്ടിയും ഞാനും കൊണ്ടുചെന്നു. ആളവിടെ കിടന്ന് മരിച്ചുപോയി. അവിടെ അയാളുടെ മകളുടെ അടുത്ത് ഒന്ന് വരാമെന്ന് വെച്ചാൽ മകൾ പറയാ, 16 കൊല്ലമായി ഞങ്ങൾ കത്ത് വന്നിട്ട്, ഞാൻ വരികയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിന്റെ അപ്പൻ ചത്ത് കിടന്നാൽ നീ വരുമോ? നിന്റെ അപ്പൻ അതിനെ മിണ്ടതെ, നിന്റെ അപ്പൻ ചത്ത് കിടന്നാൽ വരുമോ? അപ്പം യാത്രയായി വന്നു. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പള്ളിയിൽ ആശുപത്രിയിലേക്ക് കയറാന്നപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി അപ്പൻ പോയി, ഞങ്ങളെ ചവിട്ടി ചാടിച്ചിരുന്നേ ഉള്ളൂ വണ്ടിക്കകത്തുനിന്ന്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടുന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ പെടുത്താൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങിയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് വലത്ത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. അവിടെ നിന്നെ സംരക്ഷിക്കും, നിന്നെ കാത്തു പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അമ്മയായിട്ട് കൂട്ടുകൂടുകയുള്ളൂ, മാതാവിനോട് കൂട്ടുകൂടുകയുള്ളൂ. മാതാവിനോട് ഇന്ന് പറയും, അമ്മേ ഇങ്ങനെ ഇരുമ്പോഴത്തേക്കും പാട്ട് വരുക. മാതാവിൻ മടിയിൽ ആശ്വാസം തേടി ചെക്കേറും പൈതൽ പോലെൻ്റെ ഉള്ളം. കണ്ടോ? കണ്ണീരു തൂകി കാരുണ്യം തേടി നിൽക്കുന്നു നിൻ മുൻപിൽ ഞാനും എൻ്റമ്മേ. നിൽക്കുന്നു നിൻ മുൻപിൽ ഞാനും എൻ്റമ്മേ. വിശ്വാസ നിറവിൽ ഭാഗ്യവതി വിശ്വം കൊതിക്കുന്ന സ്നേഹമായി സഹന സമുദ്രമേ സഹരക്ഷകേ എൻ്റെ ഹൃദയത്തിലും നീ വാസമാകൂ. നിങ്ങളോടൊപ്പം ഇരുന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ അനുവദിക്കുന്നോർത്ത് ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അപകർഷതയുണ്ടായിരുന്നു, മദ്യപാനം ഉണ്ടായിരുന്നു. മദ്യപന്മാരും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. ആരാണ് കീറത്തുണി കൊടുക്കുന്നത്? മദ്യപാൻ തന്നെ.
ആരാണ് കീർത്തുണി കൊടുക്കുന്നത്? മദ്യപാൻ തന്നെ. ഒരിക്കൽ എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ കൂട്ടുകാരൻ, അവന് വെപ്പ് പോലായിരുന്നു, ഫ്രണ്ടിലെ വെപ്പ് പോലായിരുന്നു. കള്ളടിച്ചിട്ട് പോയി പുള്ളി ഛർദ്ദിച്ചു. മാട്ടയിൽ നിന്ന് ഛർദ്ദിച്ചു. ഛർദ്ദിച്ചിട്ട് പുള്ളി വീട്ടിൽ പോയി. നേരം വെളുത്തിട്ട് പല്ല് വെച്ചപ്പോഴത്തേക്കും ബ്രഷ് പല്ലിനിടയ്ക്ക് കയറുക. ഇടയ്ക്കൂടെ കയറിപ്പോയി. പല്ലില്ല, പല്ല് ചാടിപ്പോയി, പല്ല് പോയി. സഹോദരൻ ആരെയും നോക്കാതെ പോയി. ആ തൊണ്ടി ചെന്നിട്ട് കമ്പ് കൊണ്ട് കിള്ളുക. അപ്പോൾ വേറൊരാൾ കണ്ടി എന്നടേ കിള്ളണേ, അത് പട്ടി എടുത്തുകൊണ്ട് പോയി. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണി കുടിച്ച് പൂസായി കഴിയുമ്പോഴത്തേക്കും ഓട്ടോറിക്ഷ വിളിക്കും, കാശില്ല കൊടുക്കാൻ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇണ്ട മുഴക്ക്, തെറി, ബഹളം, പ്രശ്നം. തോട്ടി പോയിരിക്കുന്നു, കൈ വായിക്കാത്ത 2 വലി പുളപുളോന്ന് ഛർദ്ദിച്ച് കളയും. ഇങ്ങനെയുള്ള പണിയൊക്കെ ആയിരുന്നു പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അവൻ വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനായതുകൊണ്ട് ഞാനിന്ന് ജീവിക്കുന്നു, ഞാനും എൻ്റെ കുടുംബവും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അപ്പോസ്തല പ്രവർത്തനം 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സങ്കീർത്തന പുസ്തകം 119 അധ്യായത്തിൻ്റെ 115 വചനം പറയാണ്, ദുഷ്കർമ്മികളെ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ ദുഷ്കർമ്മികളെ എന്നെ വിട്ടുപോകുവിൻ. അത് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ശക്തി പ്രാപിക്കണം. എന്തിനു വേണ്ടിയാ? നമ്മുടെ അപ്പനെ മഹത്വപ്പെടുത്തുവാൻ. നമ്മുടെ അപ്പനെ നമുക്ക് മഹത്വപ്പെടുത്തണം. ഒരിക്കലും ഇങ്ങനെ പാടി, ആത്മാവാത്മാവേ പരിശുദ്ധാത്മാവേ നിറയൂ ഞങ്ങളിൽ നിറയൂ, പുമഴ പുതുമഴ പോലെ തൂമഞ്ഞു തൂകും പോലെ. ആത്മാവാത്മാവേ പരിശുദ്ധാത്മാവേ നിറയൂ ഞങ്ങളിൽ നിറയൂ, പുമഴ പുതുമഴ പോലെ തൂമഞ്ഞു തൂകും പോലെ. ദൈവമേ, നിൻ വാഗ്ദാനം ഈ ഞങ്ങളിൽ നിറഞ്ഞാൽ ശാന്തരാകും, ശക്തി നേടും, ചിറകടിച്ചുയരും വാനിൽ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 35 തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത്യുന്നത ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും. അപ്പോസ്തല പ്രവർത്തനം അതിൽ പറയുകയാണ്, വചനം ഇങ്ങനെ പറയുകയാണ്, 1:8 പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും ശമരിയായാലും യൂദയ മുഴുവനും ഈ ലോകത്തിൻ്റെ ഈ ഭൂമിയുടെ അതിർത്തി വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകുകയും ചെയ്യും. അതിന് എന്ത് ചെയ്യണം? പ്രഭാഷകന്റെ പുസ്തകം 38-ാമത്തെ അധ്യായത്തിൽ 9-10 തിരുവചനം ഇങ്ങനെ പറയുന്ന വചനം പറയുകയാണ്, മകനെ, രോഗം വരുമ്പോൾ നീ ഉദാസീനനാകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പിന്നെയോ നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും നിന്റെ ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. മാതാവിൻ മടിയിൽ പാടിയില്ലേ? പിന്നെയതാ എൻ്റെ അമ്മ പാടി ഒരു താരാട്ട്, നിന്റെ അമ്മയും പാടി താരാട്ട്, നീ എനിക്കും നിനക്കും നമുക്കെല്ലാം വേണ്ടി അമ്മ പാടി താരാട്ട്. പുൽക്കൂട്ടിലെ കുഞ്ഞിൻ താരാട്ട്, ഇമ്മാനുവേലിനു താരാട്ട്. കരങ്ങൾ ഉയർത്തിക്കേ, ശ്രുതിച്ചേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ശ്വേ ഹല്ലേലൂയ, ശോ ഈശോ ഈശോയേ യേശുവേ ഈശോയേ യേശുവേ, സൗഖ്യം നൽകണമേ, ശാന്തി നൽകണമേ, സമാധാനം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സർവ്വേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉയരട്ടെ, സർവ്വേ ഉയരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. തുറന്നു പോകാം. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഞാൻ മുഴുവനും നിന്റേതല്ലേ കർത്താവേ. കൈയടിച്ചേ, നീ മുഴുവനും എൻ്റേതല്ലേ ഈശോയേ. ഞാൻ മുഴുവനും നിന്റേതല്ലേ കർത്താവേ, നീ മുഴുവനും എൻ്റേതല്ലേ ഈശോയേ. കരുണയുള്ളവൻ നീ അലിവുള്ളവൻ, കരുണയുള്ളവൻ നീ അലിവുള്ളവൻ, സകലരുടെയും കണ്ണീർ തുടയ്ക്കുന്നവൻ, സകലരുടെയും കണ്ണീർ തുടയ്ക്കുന്നവൻ, സകലരുടെയും കണ്ണീർ തുടയ്ക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പാട്ട് തുടർന്നുണ്ട്. ഇതൊന്നും റിലീസ് ചെയ്തിട്ടുള്ളതല്ല, ഇതൊക്കെ തുടർന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെക്കുക. എപ്പോഴെങ്കിലും നമുക്ക് കേൾക്കാം. അമ്മ പറയും, അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനും എൻ്റെ പങ്കാളിയും ഒരുമിച്ചാണ് ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്നത്. പങ്കാളിയുടെ പേര് അൽഫോൺസാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.